ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് ഓൾറെഡി തമിഴിൽ കണ്ട് പിടിയിട്ടിട്ടുണ്ടാവും. നേരെ ഒന്നുമല്ല, മുതിര വെച്ചിട്ടുള്ള ചമ്മന്തിയാണ്. ചോറിന് പിന്നെ അതുപോലെ ഇഡ്ലിക്ക് ദോശയ്ക്ക് പേട കോമ്പിനേഷനാണ്. കൂടുതൽ ഇനി പറയണില്ല, നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക്. ചിലവർക്ക് ഇത് ചോറിന് അത്ര അങ്ങോട്ട് ചിലവർക്ക് ഇഷ്ടം പിടിക്കില്ല, അത് ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. ചിലവർക്ക് അത് ചോറിന് നല്ല ഇഷ്ടം, ഞങ്ങൾക്ക് അത് ചോറിന് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ആദ്യം ഇഡ്ലിക്കും ദോശയ്ക്കും തയ്യാറാക്കാം. അപ്പൊ അന്ന് ഇത്തിരി ബാക്കി വരുമല്ലോ നമ്മുടെ കൂട്ടാൻ, എങ്ങനെയാണെങ്കിലും ഒരു ഇത്തിരി ബാക്കി വരാതിരിക്കില്ല. അപ്പൊ അത് നിങ്ങൾ അന്നത്തെ ദിവസം ചോറിനൊന്ന് കഴിച്ചു നോക്ക്. പിന്നീട് ഇഷ്ടമാവുകയാണെങ്കിൽ അപ്പൊ രണ്ടിനും കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു തരം ഉണ്ടാക്കിയാൽ മതി. അപ്പൊ പിന്നെ കാലത്ത് ഇഡ്ലിക്കും ദോശയ്ക്കും കഴിക്കാം, ടിഫിൻ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുന്നതിലും ആക്കാം, ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ റെസിപ്പി കണ്ടു നോക്ക്. പേട ചമ്മന്തിയാണ്, നഷ്ടാവില്ല. എന്തായാലും തയ്യാറാക്കി നോക്കിക്കോളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാ മുതിര കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ മുതിര എന്ന് പറയുന്ന സംഗതി. ഇത് ഞാൻ 1/2 കപ്പ് മുതിര എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മുതിര വറുത്തെടുക്കണം. അപ്പൊ തീ ഒന്ന് കുറച്ച് വെക്കുക. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു 1/2 കപ്പ് മുതിര കല്ലും പല്ലും എന്തെങ്കിലും ചണ്ടി ചമ്മലൊക്കെ ഉണ്ടെങ്കിൽ നോക്കി പറക്കി കളഞ്ഞോളൂ കേട്ടോ. എന്നിട്ട് അത് നമ്മൾക്ക് ഒന്ന് വറുത്തെടുക്കാം. മുതിര ഒരു 5-6 മിനിറ്റ് ഞാൻ ഒന്ന് വറുത്തു വിട്ടാൽ അതിങ്ങനെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്, അതാണ് അതിന്റെ പാകം. മുതിര പൊട്ടിത്തെറിക്കും, അപ്പോഴാണ് അത് വറവായി നമുക്ക് മനസ്സിലാവുക. ഇനി ഇതിലോട്ട് നമുക്കൊരു 3 അല്ലി വെളുത്തുള്ളി ഇട്ടാ ഞാൻ അടിപൊളിച്ച് വെച്ചതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരല്ലി ചുവന്നുള്ളി, കൂടുതൽ വേണ്ട കേട്ടോ, ചുവന്നുള്ളി കുറച്ച് മതി. ഒന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ നമുക്കൊരു 1/2 കപ്പ് തേങ്ങ, എത്രയാണോ മുതിര എടുത്തേ അതേ അളവിന് തന്നെ തേങ്ങ എടുക്കുക. ഒരു 1/2 കപ്പോളം തേങ്ങയും ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ തേങ്ങയും ആ ചുവന്നുള്ളിയും വെള്ളുള്ളിയൊക്കെ മൂത്ത് കറക്റ്റായിട്ട് പരുവത്തിന് വന്നു. ഞാൻ അപ്പൊ തന്നെ മൺചട്ടിയിൽ നിന്ന് മാറ്റിയിട്ടാ, മൺചട്ടി ആയതുകൊണ്ട് ചൂടുണ്ടാവും. അപ്പൊ ഈ ഒരു പരുവത്തിന് ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കിതാ ഒരു ചെറിയ കഷ്ണം പുളി, 1 ഇഞ്ച് നീളത്തിൽ നീളനെ പറയാനാണെങ്കിൽ ഒരു അളവ്, ഉരുട്ടിയിട്ട് പറയാനാണെങ്കിൽ ഒരു ചെറിയ ഉരുള പുളി, അത് ഇതിലേക്ക് നമുക്ക് പിച്ചി പറിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അത് അവിടെ തന്നെ കട്ട പിടിച്ച് കിടക്കും. അപ്പൊ അതുകൊണ്ട് ഓരോ ചെറിയ ചെറിയ തുണ്ടുകളാക്കിയിട്ട് ഇങ്ങനെ പിച്ചി പറിച്ചിട്ട് കൊടുക്കാം. ഒരു 5-6 ഉണ്ടമുളക് കേട്ടോ. 5-6 അല്ല, 1 2 3 4 5 6 7 8 9 10 12 ഉണ്ട്. ഇത് ഉണ്ടമുളക് ആയതുകൊണ്ടാ, ചെറുതായതുകൊണ്ട്. വലിയ ഒറ്റമുളക് നീളമുള്ളതാണെങ്കിൽ നിങ്ങളൊരു 4-5 മതിയാവും കറക്റ്റ്. ഇത് ഞാൻ സെപ്പറേറ്റ് ആണ് എപ്പോഴും വറക്കാറ്. എനിക്ക് അതിലിടുമ്പോൾ ഒരു വേറെ ചൊവ്വയായിട്ടാണ് തോന്നാറ്. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം, കുഴപ്പമില്ല. ഇതൊന്നും ചൂടാക്കി എടുക്കുക, വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട, അതൊന്നും ചൂടാക്കി എടുത്താൽ മതി. നമ്മുടെ ഈ വറുത്ത മുളക് ഉണ്ടല്ലോ, അത് നമ്മുടെ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ചൂടാറിയിട്ട് കേട്ടോ, ചൂടാറുന്നതിന്റെ മുന്നേ അടിക്കരുത് മിക്സിയിൽ. ചൂടൊന്ന് ആറിയതിന് ശേഷം നല്ല ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പൊ അതെ നമ്മുടെ ചമ്മന്തി ഞാൻ അധികം വെള്ളമൊന്നും ഇല്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒന്ന് പൊടിച്ചു, അത് കഴിഞ്ഞിട്ട് ഇത്തിരി വെള്ളം ഒന്ന് തെളിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തു. ഇനി ഉപ്പ് ചേർത്തുണ്ട് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. ഉപ്പും കൂടിയും ചേർത്തോളൂ, എന്നിട്ട് വേണം, അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുണ്ട്. അപ്പൊ അത് ഉപ്പും കൂടിയും ചേർത്തിട്ട് അരച്ചെടുത്തോളൂ. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് കുറവുണ്ടോ നോക്കിയിട്ട് ഈ നേരത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇത് നല്ല ഉരുള ഷേപ്പാക്കി എടുക്കാം. മുതിര ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. എനിക്ക് ഫോട്ടോ എടുക്കണം, അതുകൊണ്ട് കുത്തി പൊട്ടിക്കപ്പോ പറ്റില്ല. അപ്പോ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഇഡ്ലിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും ചോറിനും പലർക്കും ഇത് ഇഷ്ടാവും. ഞങ്ങൾ ഇവിടെ ചോറിനും എടുക്കാറുണ്ട് കേട്ടോ. ഇഡ്ലിക്കും ദോശയ്ക്കും പിന്നെ പറയാനില്ല, അടിപൊളിയാണ്. ചോറിനും അതെ പെട ടേസ്റ്റാ. ചിലവർക്ക് അത് ചോറിന് പിടിച്ചൊന്നും വരില്ല, അതാണ് ഞാൻ എടുത്തെടുത്ത് പറയാത്തത്. അപ്പൊ നിങ്ങൾ ആദ്യം ഇഡ്ലിയും ദോശ ഉണ്ടാക്കുന്ന ദിവസം ഇതൊന്ന് തയ്യാറാക്കുക. എന്നിട്ട് കുറച്ച് ബാക്കി വരില്ലോ, അപ്പൊ ചോറ് കൂട്ടി കഴിച്ചു നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ ചോറിന് വേണ്ടി കരുതിയാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ പാളി പോയാലോ നിങ്ങൾക്ക്. പലർക്കും പല രുചിയില്ല. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ഇഷ്ടമായില്ലെങ്കിൽ എന്താ എപ്പോഴും ഞാൻ പറയണ പോലെ അടുത്ത വീഡിയോയിൽ പോയോ എന്തായാലും ഇഷ്ടമാവാതിരിക്കില്ല കേട്ടോ. നിങ്ങൾ ഈ ചമ്മന്തി ഉണ്ടാക്കുമ്പോ അമ്മയോടെ എണ്ണ ഒഴിക്കാറുണ്ടോ? വെളിച്ചെണ്ണ ഒഴിക്കാറുണ്ടോ? ആ ഇല്ലല്ലോ, വെറുതെ. എന്നിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് മീതെ വെളിച്ചെണ്ണ ഒഴിക്കോ? പൊടിക്കോ? ആ തൊലി പൊടിച്ച് ചേറിയിട്ട് അല്ലേ? കുഴപ്പമില്ല. അവസാനം വെളിച്ചെണ്ണ ഒഴിക്കോ എല്ലാം കഴിഞ്ഞിട്ട്? അരച്ചു കഴിഞ്ഞിട്ടല്ലേ ഒഴിക്കുക അല്ലേ? അതറിയാൻ വേണ്ടിട്ടായിരുന്നു, പെട്ടെന്ന് വിട്ടു. പച്ച വെളിച്ചെണ്ണ. ആ ശരി, താങ്ക് യു. വലർച്ചോ ഇതാണ് കേട്ടോ. ഇത് സെപ്പറേറ്റ് തന്നെ വറക്കണേ, കാരണം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, വെളിച്ചെണ്ണയൊന്നും ഒഴിക്കണ്ട.
ചിലപ്പോ അതിലിട്ടിട്ടേ കുറെ നേരം ആകുമ്പോ ചിലപ്പോ ഇതിനൊരു ഈ സാധനം ഒന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ്. എന്ത് വെച്ചിട്ട് കാണിക്കണേ, സൗണ്ട് വരില്ലേ? ഒരു 5-6 ഉണ്ടമുളക് കേട്ടോ. 5-6 അല്ല, 1 2 3 4 5 6 7. ഒന്നും മിണ്ടാതെ നിൽക്കുവോ പ്ലീസ്? അപ്പൊ അതെ നമ്മുടെ ചമ്മന്തി ഞാൻ അധികം വെള്ളമൊന്നും ഇല്ലാതെ അരച്ചെടുത്തിട്ട്. പിന്നെന്താ അത്ര മതി. ചേട്ടന് വേണം ഇനി വെളിച്ചെണ്ണ ഒഴിച്ച്. മതിയോ? ഇനി വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടോ. വെളിച്ചെണ്ണ ചമ്മന്തി അല്ലേ, മുതര ചമ്മന്തി. ഇത് നല്ല ഉരുള ആ ഷേപ്പാക്കി എടുക്കാം. ഉരുള തന്നെയല്ലേ പറയാ? ഉണ്ടേ ഉരുള വാക്കില്ലേ? പിന്നെന്താ കുഴപ്പം? സാധനം മതി.